നമസ്കാരം. എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സെറ്റ് എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു എക്സാം നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണെന്ന് നമുക്കറിയാം. 2026 കൂടി നമുക്കൊരു HSST ഒക്കെ വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് മുൻപേ ആയിട്ട് വരുന്ന ഒരു എക്സാം ആയിരിക്കും ഈ വരുന്ന സെറ്റ് എക്സാം. ഓക്കെ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം സെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ, അതായത് 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അതിന് മുന്നേ നോക്കിയെടുത്താലും ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അതിൻ്റെ ഫാക്ട്സുകളും നമുക്കൊന്ന് ഇന്ന് പരിചയപ്പെടാം. നോക്കാം. ആദ്യം നമുക്ക് കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. കവിത എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ കവിതയിൽ തന്നെ വെൺമണി സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. നിരവധി തവണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുന്ന സമയത്ത് നിരവധി തവണ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ചേരുംപടി ചേർക്കലായിട്ടും അല്ലെങ്കിൽ ഒറ്റ ചോദ്യമായിട്ടും വന്നിട്ടുള്ളതാണ്. കൂടുതലായിട്ടും ചേരുംപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം ആവുമ്പോൾ നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചാൽ തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് ആവർത്തിച്ച് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും ആ ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിക്കാനും നമുക്ക് അതൊരു ഉപകാരപ്രദമാണ്. ഓക്കെ. അപ്പം അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വെൺമണി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണത്. ഓക്കെ. അപ്പോൾ കവി ഭാരതം, കവി രാമായണം, കവി പുഷ്പമാല, കവി മൃഗാവലി, ഇങ്ങനെ 4 കൃതികൾ തന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അത് എഴുതിയ എഴുത്തുകാർ ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ, കാത്തുള്ളിൽ അച്യുതമേനോൻ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ, ഇങ്ങനെ 4 പേരുകളും തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതിൽ നമുക്ക് ചില സമയത്ത് 2 കിട്ടിയാൽ തന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മുഴുവനായിട്ടും കിട്ടുന്ന രീതിയിൽ, 2 അറിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മുഴുവനായിട്ടും പെട്ടെന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. നോക്കാം. അപ്പോൾ എന്താണ് കവി ഭാരതം, കവി രാമായണം, കവി പുഷ്പമാല, കവി മൃഗാവലി, ഇങ്ങനെയുള്ള ഈ കൃതികളുടെ പ്രത്യേകതകൾ എന്താണ്? കവികളെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളായിട്ട് കണക്കാക്കിയിട്ട് എഴുതിയിട്ടുള്ള കൃതിയാണ് കവി ഭാരതം. അതുപോലെ തന്നെ കവികളെ രാമായണത്തിലെ കഥാപാത്രങ്ങളായിട്ട് കണക്കാക്കിയിട്ട് എഴുതിയിട്ടുള്ള കൃതിയാണ് കവി രാമായണം. ഇനി കവി പുഷ്പമാല എന്ന് പറഞ്ഞാൽ കവികളെ പുഷ്പങ്ങളായി ഉപമിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് കവി പുഷ്പമാല. അതുപോലെ തന്നെ കവികളെ മൃഗങ്ങളായിട്ട് സങ്കല്പിച്ച് എഴുതിയിട്ടുള്ള കൃതിയാണ് കവി മൃഗാവലി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആരാണ് എഴുതിയത് എന്ന് നമുക്കിനി നോക്കാം. കവി ഭാരതം. അപ്പൊ ഭാരതം എഴുതിയ ആളാരാണ്? മഹാഭാരതം നമുക്ക് അറിയാം. മഹാഭാരതം എഴുതിയത് വ്യാസനാണ്. മലയാളത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള മഹാഭാരതം വൃത്താനുവൃത്തം അല്ലെങ്കിൽ പദാനുപദം വിവർത്തനം ചെയ്തിട്ടുള്ള ആളെ പേരെന്താണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അപ്പോൾ കവി ഭാരതം എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ളത് ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അപ്പൊ നമുക്ക് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുമായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ A3 എന്നാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് എഴുതി വെക്കാം കേട്ടോ. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. A3. ഇനി കവി രാമായണം. കവി രാമായണം എഴുതിയിട്ടുള്ളത് മൂലൂരാണ്. കവി രാമായണം എഴുതിയിട്ടുള്ളത് മൂലൂരാണ്. അപ്പൊ B വരുന്നത് B4 വരുന്നത്. കവി പുഷ്പമാല. കവി പുഷ്പമാല എഴുതിയിട്ടുള്ളത് കാത്തുള്ളിൽ അച്യുതമേനോനാണ്. കാത്തുള്ളിൽ അച്യുതമേനോൻ. C2. അപ്പൊ 3 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് നോക്കാം. A3 വരുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ A3 വരുന്നത് എയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 2 ആൻസറുകൾ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. ഇനി 2 ആണുള്ളത്. അപ്പൊ B4 വരുന്നത് ഏതാന്ന് നോക്കാം. B4 വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ഡിയിൽ B2 ആണ് വരുന്നത്. അപ്പൊ ഈ ആൻസറും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം വേഗം കിട്ടും. ഓപ്ഷൻ എ ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ?
അപ്പൊ കവിമൃഗാവലി ആരുടെയാണ്? ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ. നമുക്കിതെങ്ങനെ പഠിക്കാം? കവിഭാരതം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഭാരതം എഴുതിയിട്ടുള്ളത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് എന്നുള്ളത്. നമ്മൾ മലയാളം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആഹ് ഏഹ് ഇതൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില അറിവുകളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഭാരതം കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കവി ഭാരതം എഴുതിയത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് എന്ന് നമുക്ക് കിട്ടും. ഇനി കവി രാമായണം മൂലൂർ എസ് പത്മനാഭ പണിക്കർ. മൂലൂർ എന്ന് പഠിച്ചു വെച്ചാലും മതി. കവി രാമായണം മൂലൂർ എന്ന് പഠിപ്പിക്കാം. ഇനി കവി പുഷ്പമാല. കാത്തുള്ളിൽ അച്യുതം. ഉള്ളി എന്നുള്ള ഈ ഒരു കാത്തുള്ളിലെ ഉള്ളി എന്ന് നമുക്ക് എടുക്കാം. ഉള്ളി ഒരു പുഷ്പമാണ്. ഉള്ളിക്ക് പുഷ്പമുണ്ട്. അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ കവി പുഷ്പമാല കാത്തുള്ളിൽ അച്യുതമേനോൻ. അങ്ങനെ നോക്കാം. ഇനി കവി മൃഗാവലി ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ. നമുക്ക് ആദ്യത്തെ വാക്കെടുക്കാം. ഒടുവിൽ എന്താണ് വരുന്നത്? മൃഗമാണ് വരുന്നത്. ഒടുവിൽ മൃഗമാണ് എന്ന് പഠിച്ചു വെച്ചാൽ കവി മൃഗാവലി ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നമുക്ക് ഒരേപോലെ വരുന്ന കൃതികൾ ഇത്തരത്തില് ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതേപോലെ വരുന്ന 1-2 കൃതികൾ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടാം. നോക്കാട്ടോ, പറയാം. കവി പക്വാവലി. കവി പക്വാവലി കവി പക്വാവലി അമ്പാടി കുഞ്ഞികൃഷ്ണ പൊതുവാൾ. അമ്പാടി കുഞ്ഞികൃഷ്ണ പൊതുവാളാണ്. അമ്പാടി കുഞ്ഞികൃഷ്ണ പൊതുവാൾ. അപ്പൊ ഓർക്കുക, നമ്മൾ ചെറുകഥ പഠിക്കുന്ന സമയത്ത് അമ്പാടി നാരായണ പൊതുവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പഠിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹമല്ല, അമ്പാടി കുഞ്ഞികൃഷ്ണ പൊതുവാളാണ്. ഒരു പേര്, ചെറിയൊരു പേര് മാറിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റും. അപ്പൊ കവി പക്വാവലി അമ്പാടി കുഞ്ഞികൃഷ്ണ പൊതുവാളാണ്. കുഞ്ഞികൃഷ്ണന് പക്വതയായി എന്നോർക്കുക. അമ്പാടി കുഞ്ഞികൃഷ്ണ പൊതുവാൾ, കുഞ്ഞികൃഷ്ണന് പക്വതയായി എന്നോർക്കുക. ഇനി കവി ശാകുന്തളം. കവി ശാകുന്തളം. കവി ശാകുന്തളം. കവി ശാകുന്തളം പി കൃഷ്ണപിള്ള. കവി ശാകുന്തളം പി കൃഷ്ണപിള്ള. ഓക്കെ, അപ്പൊ കവി ശാകുന്തളം പി കൃഷ്ണപിള്ള. ശാകുന്തളത്തിലെ കൃഷ്ണനെ ഷായിലേക്ക് കണക്ട് ചെയ്യാം. കവി ശാകുന്തളം പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ളയാണ്. ഇനി ഓർക്കുക, കവി മത്സ്യാവലി ഉണ്ട്. കവി മത്സ്യാവലി. കവി മത്സ്യാവലി എസ് കൃഷ്ണപിള്ളയാണ്. എസ് കൃഷ്ണപിള്ള. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മാറാൻ ചാൻസ് ഉണ്ട്. കവി ശാകുന്തളം പി കൃഷ്ണപിള്ളയാണ്. പി കൃഷ്ണപിള്ള. ഇനി കവി മത്സ്യത്തില് സ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എസ് ഉണ്ട്, അങ്ങനെ ഓർക്കാം. അപ്പൊ അത് വരുന്നത് എസ് കൃഷ്ണപിള്ളയാണ്. എസ് കൃഷ്ണപിള്ള. ഓക്കെ, എസ് കൃഷ്ണപിള്ള. ഇനി അടുത്ത് വരുന്നത് കവി നൈഷധമാണ്. കവി നൈഷധം എം കെ പുരുഷോത്തമൻ നായർ. കവി നൈഷധം എം കെ പുരുഷോത്തമൻ നായർ. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് ആഡ് ആയിട്ട് 1-2 കൃതികൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് വന്നു കഴിഞ്ഞാലും എഴുതാൻ കഴിയണം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വരുന്നത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. സിദ്ധാന്തം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, പൗരസ്യവും നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ പാശ്ചാത്യവും പഠിക്കാനുണ്ട്. പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ ഒരേപോലെ വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ പൗരസ്ത്യ സിദ്ധാന്തങ്ങൾ നമുക്കറിയാം. പൗരസ്ത്യ സിദ്ധാന്തവും പാശ്ചാത്യ സിദ്ധാന്തവും ഒക്കെ നമ്മൾ വ്യാകരണം പഠിക്കുന്നത് പോലെ തന്നെയാണ്. കാരണം നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച ഭാഗത്തു നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരുള്ളൂ. അത്രയ്ക്കും നമ്മൾ ചെറുകഥയോ നോവലോ ഒന്നും പഠിക്കുന്നത് പോലെയല്ല. അപ്പൊ അതൊരു വലിയൊരു കടൽ പോലെ നിരന്തരം മാറ്റങ്ങൾ സംഭവിക്കുന്ന, പുതിയ കൃതികൾ സംഭവിക്കുന്ന ഒരു ഭാഗമാണ് ചെറുകഥ, നോവല്, അതുപോലെ ആത്മകഥ, കവിത എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഈ സാഹിത്യ സിദ്ധാന്തങ്ങൾ, വ്യാകരണം, ഇതിനെയൊക്കെ സംബന്ധിച്ച് കലാകാലങ്ങളായി നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഭാഗത്തു നിന്നും ചോദിക്കാറുള്ളൂ. അപ്പൊ അത്തരത്തിൽ നിരന്തരം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ള ഇതും ചേരുംപടി ചേർക്കുക. അതുപോലെ തന്നെ ഒറ്റ ചോദ്യമായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. കാവ്യം എന്താണ്? കാവ്യ നിർവചനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ കാവ്യ നിർവചനങ്ങളും അതാരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ കാവ്യ നിർവചനങ്ങളൊന്ന് നോക്കാം.
ശബ്ദാർത്ഥൗ സഹിതൗ കാവ്യം സൗന്ദര്യമലങ്കാരഃ വാക്യം രസാത്മകം കാവ്യം രമണീയാർത്ഥക പ്രതിപാദക ശബ്ദ കാവ്യം. ഇപ്പൊ ഡി ഓപ്ഷനും എ ഓപ്ഷനും നിരവധി തവണ നമുക്ക് ചേരുംപടി ചേർക്കുക അതുപോലെ ഒറ്റ ഒറ്റയായിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഭാഗം എന്ന് പറയുന്നത് തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അത് കാവ്യ നിർവചനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒത്തിരി നിർവചനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ നിർവചനങ്ങളും നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആൻസറിലേക്ക് പകർത്താൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് ഓർക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഭാഗങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു പോവുക. ആ മാർക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ആരാണ് പറഞ്ഞിട്ടുള്ളത്? ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ഭാമഹനാണ്. ഭാമഹൻ. അപ്പൊ നമുക്ക് കിട്ടുന്നു A4. A4 എന്ന് വരുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണ് നോക്കാം. എ ഓപ്ഷനിലില്ല, അപ്പൊ നമുക്ക് എ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ബി ഓപ്ഷനിലുണ്ട്, അപ്പൊ അത് ക്യാൻസൽ ചെയ്യണ്ട. സി ഓപ്ഷനിൽ ഇല്ല, സി ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ഇനി ഡി ഓപ്ഷനിലും A4 വരുന്നത്. അടുത്തത് സൗന്ദര്യം അലങ്കാരഃ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത് B1 വരുന്നത്. B1. അപ്പൊ ബി ഓപ്ഷനിൽ B1 വരുന്നത്. അപ്പൊ നമുക്ക് ഡി ഓപ്ഷനിൽ കൂടി ഒന്ന് നോക്കാം. B2 വരുന്നത്. ഡി ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നോക്കൂ, രണ്ടെണ്ണം നമുക്ക് അറിഞ്ഞാൽ തന്നെ, ഈ ബി കിട്ടിയിട്ടില്ലെങ്കിൽ ഡി ആണ് നമുക്ക് അറിയാവുന്നതെങ്കിൽ ഡി നോക്കിയാലും മതി. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം. അപ്പൊ ഡി വരുന്നത് ഏതാണ്? 3 വരുന്നത്. ജഗന്നാഥ പണ്ഡിതർ. അപ്പൊ D3 എന്ന് വരുന്നത് നമുക്ക് D3 അറിഞ്ഞാലും നമുക്ക് ഈ ഉത്തരം കിട്ടില്ല. കാരണം D2 D3 എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി അറിഞ്ഞാൽ മാത്രമേ, ഏതെങ്കിലും ഒന്നുകൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ ചേരുംപടി ചേർക്കുന്നതിൽ നമുക്ക് മിനിമം 3 എങ്കിലും അറിയണം. എങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി വാക്യം രസാത്മകം കാവ്യം വിശ്വനാഥ പണ്ഡിതർ അല്ലെങ്കിൽ വിശ്വനാഥൻ ആണ് അത് ആ ഒരു നിർവചനം പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ഭാമഹൻ, സൗന്ദര്യമലങ്കാരഃ വാമനൻ, വാക്യം രസാത്മകം കാവ്യം വിശ്വനാഥൻ, രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം ജഗന്നാഥ പണ്ഡിതർ. ക്ലിയർ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു കുറച്ച് കാവ്യ നിർവചനങ്ങൾ കൂടിയുണ്ട്, പറയാം. ഓക്കെ, പറയാട്ടോ. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഭാമഹനാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ശബ്ദാർത്ഥവും കാവ്യം ഒറ്റൊരു വാക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ഭാമഹനാണ്. ഈ സഹിതം എടുത്തു കളഞ്ഞാൽ ആരാവും? ശബ്ദാർത്ഥവും കാവ്യം എന്ന് പറയുന്നത് ആരാവും? രുദ്രടൻ. ഓക്കെ, അപ്പൊ സഹിതമാണ് അവിടെ മാറ്റം വരുന്നത്. സഹിതമാണെങ്കിൽ ഭാമഹനാണ് എന്ന് ഓർത്ത് വെക്കുക. സഹിതം ഇല്ലെങ്കിൽ അതാരാണ്? രുദ്രടനാണ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി കാവ്യം ഗ്രാഹ്യമലങ്കാരാത്. കാവ്യം ഗ്രാഹ്യമലങ്കാരാത്. ഈ അലങ്കാരത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് ആരാണെന്ന് ഓർത്ത് വയ്ക്കുക? വാമനനാണെന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ നേരത്തെ സൗന്ദര്യം അലങ്കാരഃ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ അലങ്കാരവും കാവ്യവുമായി ബന്ധപ്പെടുത്തിയത് ആരാണെന്ന് ഓർത്തത്? വാമനനാണ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ 2 നിർവചനങ്ങളും നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ വാക്യം രസാത്മകം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഗുണവദലംകൃതച വാക്യമേവം കാവ്യം. ഗുണവദലംകൃത വാക്യമേവം കാവ്യം, ഇത്രയാണ് എഴുതാം. അപ്പൊ ഗുണവദലംകൃതച എന്ന് മാത്രം പഠിച്ചു വെച്ചാലും മതി. അലങ്കൃതച എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നിർവചനം പറഞ്ഞിട്ടുള്ളത് രാജശേഖരൻ ആണ്. രാജശേഖരൻ. ഓക്കെ, അപ്പൊ ഗുണവദലംകൃതച വാക്യമേവം കാവ്യം എന്നാണ് പൂർണ്ണമായിട്ടുള്ളത്. അപ്പം അത്രയും പഠിച്ചിട്ടില്ലെങ്കിലും ഗുണവദലംകൃതച എന്ന് പറഞ്ഞിട്ടുള്ള നിർവചനം ആരുടേതാണ്? രാജശേഖരൻ്റെതാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ,
ഇനി ശരീരം താവത്തിഷ്ടാർത്ഥ വ്യവച്ഛിന്ന പദാവലി. ഇപ്പം വ്യവച്ഛിന്ന പദാവലി എന്നുള്ള വാക്ക് ഓർത്ത് വെക്കുക. വ്യവച്ഛിന്ന പദാവലി എന്ന് പറഞ്ഞിട്ടുള്ള കാവ്യത്തെ നിർവചിച്ചിട്ടുള്ളത് ദണ്ഡിയാണ്. വ്യവച്ഛിന്നം ദണ്ഡിയാണ് എന്ന് ഓർത്ത് വെക്കുക. വ്യവച്ഛിന്ന പദാവലി. ഓക്കെ, ശരീരം താവത്തിഷ്ടാർത്ഥ വ്യവച്ഛിന്ന പദാവലി എന്ന് കാവ്യത്തെ നിർവചിച്ചിട്ടുള്ളത് ദണ്ഡിയാണ് എന്നോർത്ത് വെക്കുക. ഓക്കെ, ഇനി ശബ്ദാർത്ഥവും സഹിതവും വക്രകവിവ്യാപാരശാലിനി എന്ന് നമ്മൾ നേരത്തെ ശബ്ദാർത്ഥവും സഹിതവും കാവ്യം പഠിച്ചു. ശബ്ദാർത്ഥവും കാവ്യം പഠിച്ചു. ഇനി ശബ്ദാർത്ഥവും സഹിതവും വക്രകവിവ്യാപാരശാലിനി. വക്രം എന്ന് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓർക്കുക കുന്തകനാണ് അതിന്റെ ആള് എന്ന്. വക്രം. ഓക്കെ, വക്രോക്തി സിദ്ധാന്തത്തിന്റെ ആള് കുന്തകനാണ്. അപ്പൊ വക്രം എന്ന് വെച്ച് എന്ത് വന്നു കഴിഞ്ഞാലും അത് ആരാണ്? കുന്തകനാണ് എന്നോർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് നിർവചനങ്ങൾ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നിർവചനങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കണക്ട് ചെയ്ത് ആളുകളുടെ പേരും വെച്ച് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ രീതിയിൽ പഠിച്ചാലും മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. വ്യാകരണങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് സന്ധി, സമാസം ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്കതിൽ ഏറ്റവും കുറച്ച് ടഫായിട്ട് വരുന്ന ഒരു ഏരിയ ലീലാതിലകത്തിലെ സൂത്രങ്ങളാണ്. അപ്പൊ നമ്മൾ സന്ധി പഠിക്കുന്ന സമയത്ത് 4 സന്ധികൾ, ARന്റെ 4 സന്ധികൾ പഠിക്കും. ലോപസന്ധി, ദിത്വസന്ധി, ആദേശസന്ധി, ആഗമസന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ അതുമായി ചേർത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ലീലാതിലകത്തിലെ സൂത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലീലാതിലകത്തിലെ സൂത്രങ്ങൾ. അപ്പൊ ലീലാതിലകത്തിലെ സൂത്രങ്ങൾ നമ്മൾ ആ സൂത്രങ്ങളും അതിന് ലീലാതിലകത്തിൽ കൊടുത്തിട്ടുള്ള സെയിം ഉദാഹരണങ്ങൾ തന്നെയാണ് നമുക്ക് ചോദ്യത്തിലും പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ സൂത്രങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങളും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുന്നത് പോലെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അതേപോലെ തന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട പോലും ആവശ്യമില്ല. കാണാതെ പഠിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് ഇതിലേക്കൊന്ന് പകർത്തിയാൽ മാത്രം മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ചോദ്യം. കണ്ണീർ എന്നതിലെ സന്ധികാര്യത്തെ സംബന്ധിച്ച ലീലാതിലക സൂത്രം ഏത്? അപ്പൊ കണ്ണീർ എന്ന് പറഞ്ഞിട്ടുള്ള സന്ധി നമ്മുടെ ARുമായി ബന്ധപ്പെട്ട് ഏത് സന്ധിയിലാണ് വരുന്നത്? കണ്ണീർ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം അതിനൊന്ന് പിരിച്ചെഴുതാം. അധികം നീർ ആണ് എന്തായി വരുന്നത്? കണ്ണീർ ആയി വരുന്നത്. അപ്പൊ അത് ഏത് സന്ധിയിലാണ് വരുന്നത്? ആദേശസന്ധിയിലാണ് വരുന്നത്. ആദേശസന്ധി. ഓക്കെ, എങ്ങനെയാണ് ആദേശസന്ധി ആവുന്നത്? നഗാരം നഗാരത്തെ ആദേശം ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നു? നഗാരം തന്നെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് കണ്ണീരായി വരുന്നത്. ക്ലിയർ? അപ്പോ ഈ സൂത്രങ്ങളൊക്കെ നമുക്ക് ഈ സൂത്രങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു പിരിക്കലും ചേർത്തെഴുതലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സൂത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കണ്ണീർ എന്നതിലെ സന്ധികാര്യത്തെ സംബന്ധിച്ച ലീലാതിലക സൂത്രം ഏത്? ലോനി പുചില്ലൂപ നോണ ഋത്വം ച. ഇങ്ങനെ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഞാൻ ആൻസർ പറയുന്നതിന് മുന്നായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇതിൽ ഏത് സൂത്രമായിരിക്കും ഇതിന് ഏറ്റവും ഉചിതമായിട്ട് വരുന്നത്, ഏത് സൂത്രമായിരിക്കും എന്നുള്ളത്. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഏതായിരിക്കും അതിന് ഏറ്റവും ഉചിതമായിട്ട് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഉത്തരം പറയാം. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാം എങ്ങനെയാണ് ഓപ്ഷൻ സി ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. നോക്കൂ, നോ ന എന്നുള്ളത്
നായും ണായും ഇതിലുണ്ട്. നമ്മൾ പിരിച്ചെഴുതിയ കൺ അധികം നീരിൽ നോക്കൂ. ണായുമുണ്ട് നായുമുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുക? ഈ രണ്ട് നോ ണ എന്നുള്ള ഈ രണ്ട് വാക്കുകൊണ്ട് എങ്ങനെ നമുക്ക് ഇതിനെ വിശദീകരിക്കാൻ പറ്റും? നഗാരത്തിനു പരമായി നഗാരം വന്നു കഴിഞ്ഞാൽ നഗാരം എന്തായി മാറും? നഗാരമായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയി നിൽക്കുന്നു. ഇവിടെ നോക്കാം, നഗാരത്തിനു പരമായിട്ട്, പരം എന്ന് പറഞ്ഞാൽ മുന്നിൽ വരിക എന്നുള്ളത്. അപ്പൊ നഗാരത്തിന് പരമായി മുന്നിൽ നഗാരം വന്നു കഴിഞ്ഞാൽ നഗാരം എന്തായിട്ട് മാറും? നഗാരമായിട്ട് മാറും എന്നുള്ളതാണ് അതിന്റെ ഈ നോ ണ എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതാണ് കണ്ണീർ എന്നതിലെ സന്ധികാര്യത്തെ സംബന്ധിച്ച ലീലാതിലക സൂത്രം ഏതാണെന്ന് ചോദിച്ചാൽ നോ ണ എന്ന് പറയുന്നത് അതാണ്. ക്ലിയർ. ഇനി ഇതിൽ തന്നിട്ടുള്ള കുവച്ചില്ലോബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഉദാഹരണമല്ല, ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. കൊജില്ലോബ എന്ന് പറയുന്നത്, കൊജില്ലോബ എന്ന് പറഞ്ഞാൽ കൊജില്ലോബയ്ക്ക് നമുക്ക് ലീലാതിലകത്തിൽ തന്നിട്ടുള്ള ഉദാഹരണങ്ങൾ, രണ്ട് ഉദാഹരണങ്ങളുണ്ട്. രണ്ടും പഠിച്ചു വെക്കുക. രണ്ടും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. വട്ടം അധികം പലക, വട്ടപ്പലക. അതുപോലെ ചതുരം അധികം കിണർ, ചതുരക്കിണർ. ചതുരക്കിണർ. ഓക്കെ, അപ്പൊ ഇതേതാണ്? കുജില്ലോബയാണ് കേട്ടോ. കുജില്ലോബ. അപ്പൊ എങ്ങനെയാണ് കുജില്ലോബ? ഇതിന്റെ എക്സ്പാൻഷൻ എന്താണ്? കുജില്ലോബ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലയിടത്ത് എന്ത് ചെയ്യും? മകാരലോപവും പരമായിട്ടുള്ള കച്ചതപങ്ങൾക്ക് ദിത്വവും സംഭവിക്കും. അപ്പോ നമ്മൾ ARന്റെ ഇതിൽ പഠിക്കുന്നുണ്ട്, മകാരം താൻ അനുസ്വാരം സ്വരം ചേർന്നാൽ തെളിഞ്ഞിടും. അതായത് അനുസ്വാരം എന്ന് പറയുന്നത് മകാരം തന്നെയാണ്. സ്വരം, അടുത്തൊരു സ്വരം ചേരുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അത് മകാരമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. ഉദാഹരണം കൊടുക്കുന്നുണ്ട്, മരം അധികം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ചേർത്ത് എഴുതുന്ന സമയത്ത് മരമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അനുസ്വാരം എന്താണ്? മായായിട്ടാണ് ഇവിടെ മാറുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്ത് പറയുന്നു? അനുസ്വാരം ചില സമയത്ത് ചിലയിടങ്ങളിൽ എന്തായി മാറും? മകാരമായിട്ട് മാറും. മകാരമായിട്ട് ചിലയിടങ്ങളിൽ മാറും. പക്ഷെ ഇവിടെ മകാരമായിട്ട് മാറിയിട്ടുണ്ടോ? ഇല്ല. വട്ടമധികം പലക, വട്ടപ്പലക എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ അനുസ്വാരം എന്തായിട്ട് വന്നിട്ടില്ല? മകാരം ആയിട്ട് വന്നിട്ടില്ല. മകാര ലോപമാണ്. അതായത് ഈ മകാരത്തിന്, അതായത് അനുസ്വാരം തന്നെ മകാരം തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോ മകാരത്തിന് ലോപം സംഭവിച്ചിട്ട് പരമായിട്ട് വന്നിട്ടുള്ള, അതിന്റെ പിന്നിൽ വന്നിട്ടുള്ള എന്താണ്? പിന്നിൽ വന്നിട്ടുള്ള കച്ചതപങ്ങൾക്ക്, കച്ചതപം എന്ന് പറഞ്ഞാൽ ക അല്ലെങ്കിൽ ച അല്ലെങ്കിൽ ത അല്ലെങ്കിൽ പ, ഇതിലേതെങ്കിലും അക്ഷരങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇരട്ടിപ്പ് സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, വട്ടം അധികം പലക. അപ്പൊ വട്ടത്തിലെ അനുസ്വാരത്തിന് ലോപം സംഭവിച്ച് അല്ലെങ്കിൽ മകാരത്തിന് ലോപം സംഭവിച്ച് എന്ത് ചെയ്യുന്നു? ശേഷം വന്നിട്ടുള്ള പ എന്നുള്ള അക്ഷരത്തിന് ഇവിടെ ഇരട്ടിപ്പ് സംഭവിക്കുന്നു. അതുപോലെ ചതുരം അധികം കിണർ, ചതുരത്തിലെ മകാരം അല്ലെങ്കിൽ അനുസ്വാരത്തിന് ലോപം സംഭവിച്ച് കകാരത്തിന് എന്ത് സംഭവിക്കുന്നു? ഇരട്ടിപ്പ് സംഭവിക്കുന്നു. അതാണ് ക്വചില്ലോപ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത് ഋട്ടൂർ ദ്വിത്വം ച എന്നുള്ളതാണ്. ഋട്ടൂർ ദ്വിത്വം ച എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ARന്റെ സന്ധികളിൽ ലോപസന്ധിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഋട്ടൂർ ദ്വിത്വം ച എന്നുള്ളത് പഠിക്കുന്നത്. ഋട്ടൂർ ദ്വിത്വം ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഉകാരത്തിന്റെ ലോപമാണ് അവിടെ പറയുന്നത്. ഉകാരം, ഉ എന്നുള്ള അക്ഷരത്തിന്റെ ലോപം. അപ്പൊ ഉകാരത്തിന്റെ ലോപം നമ്മൾ ARന്റെ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കണ്ടു അധികം ഇല്ല, നമ്മൾ അങ്ങനെ പഠിക്കും ചേർത്ത് എഴുതുന്ന സമയത്ത്.
കണ്ടില്ല എന്ന് പഠിക്കാം. അപ്പൊ അവിടെ ഉകാരം എന്ത് ചെയ്തു? ലോപിച്ചു. ഓക്കെ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ റു എന്ന് പറയുന്ന ശബ്ദം, റു അല്ലെങ്കിൽ ടു എന്ന് പറയുന്ന ശബ്ദം ഇതിന് ഇതിന്റെ ഉകാരങ്ങൾ, ഇപ്പൊ റു എന്ന് പറയുമ്പോൾ റു എന്ന് പറയുന്ന സമയത്ത് ഒരു ഉ എന്നുള്ള ശബ്ദം, ടു എന്ന് പറയുന്ന പറയുന്ന സമയത്ത് ഒരു ഉ എന്നുള്ള ശബ്ദം അവിടെയുണ്ട്. അപ്പൊ ഇതിലെ റു, ടു എന്നിവയിലെ ഉകാരങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വരം പരമാകുന്ന സമയത്ത്, ഇതിന് പിന്നിൽ ഒരു സ്വരം വരുന്ന സമയത്ത് ഈ റൂയും ടൂയും ലോപിച്ചിട്ട് എന്തായി മാറുന്നു? റ് ആവുന്നു. അതുപോലെ ട് ആവുന്നു. റ്, ട് എന്നിവ എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ? ഇപ്പൊ റു എന്ന് പറയാൻ കാരണം എന്താ? പണ്ടത്തെ ലിപിയില് റു എന്ന് നമ്മൾ ഇങ്ങനെ എഴുതും അല്ലെ? ഇപ്പൊ കണ്ടു എന്ന് എഴുതുകയാണെങ്കിൽ പഴയ ലിപിയിൽ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. ചന്ദ്രകലയും ഇടും, ഉകാരവും ഇടും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോ ഞാൻ പറയുന്നത് ഒന്ന് നോക്കാം. ഇപ്പൊ റു വെച്ചിട്ടുള്ളത് റു. ഇപ്പൊ ആറ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആറു എന്ന് പറയുന്നത് അതിന്റെ പിന്നില് അകം എന്ന് പറയാണ്. അകം എന്ന് ചേർക്കുകയാണ്. അപ്പൊ റു എന്നുള്ളതിന്റെ ഉകാരത്തിന് പരമായിട്ട് എന്ത് വരുന്നു? ആ എന്നുള്ള ശബ്ദം വരുന്നു. അതായത് സ്വരം പരമാകുന്നു. സ്വരം പരമാകുന്ന സമയത്ത് ഈ റാക്ക് എന്ത് സംഭവിക്കുന്നു? ഇരട്ടിപ്പ് സംഭവിച്ച് അതെന്തായി മാറുന്നു? ആറ്റകം എന്നായി മാറുന്നു. ഇപ്പൊ ആറ് അധികം അകം ആറ്റകമായി മാറുന്നു. നാട് അധികം അകം എന്തായി മാറുന്നു? നാട്ടകമായി മാറുന്നു. ഇതാണ് ഋട്ടൂർ ദിത്വം ച. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും ഋട്ടൂർ ദിത്വം ച. എന്താണ്? റായും ടായും ദിത്വമാകുന്നു എന്നോർത്ത് വെക്കുക. ഋട്ടൂർ ദിത്വം. റായും എന്ത് ചെയ്യുന്നു? ടായും എന്ത് ചെയ്യുന്നു? ദിത്വമാകുന്നു, ഇരട്ടിക്കുന്നു. ഓക്കെ, അതിന്റെ ഉദാഹരണവും പഠിച്ചു വെക്കുക. ആറ് അധികം അകം ആറ്റകം, നാട് അധികം അകം നാട്ടകം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് സൂത്രങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചോദ്യം അവസാനിപ്പിക്കാം. മാച്ച് കളഞ്ഞു. ഒന്ന് രണ്ട് ഭാഗങ്ങൾ കൂടി, അതായത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്ന് രണ്ട് സൂത്രങ്ങൾ കൂടിയുണ്ട്. അതില് സമാസേ ചാഞ്ഞാദീനാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂത്രം. സമാസേ ചാഞ്ഞാദീനാം ഇതെന്താണ് എന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല കേട്ടോ. ഈ സൂത്രം പഠിക്കുക, അതിന്റെ ഉദാഹരണം പഠിക്കുക. ആന അധികം കാട്, ആന അധികം കാട് എന്താണ്? ആനക്കാട്. ഇതെന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആനക്കാട്. വാഴ അധികം പാടം, വാഴപ്പാടം. നമ്മള് ദ്വിത്വസന്ധി നമുക്ക് ഓർമ്മ വരും അല്ലെ? ദ്വിത്വസന്ധിയിൽ വരുന്ന ഫസ്റ്റത്തെ നമുക്ക് അരികയില് വരുന്ന അതിന് സമാനമായിട്ടുള്ള ഉദാഹരണമാണിത്. ഇപ്പൊ സമാസേ ചാഞ്ഞാദീന. അപ്പൊ എന്താണെന്ന് ഞാൻ പറയാം, പക്ഷെ നമുക്കത് അത് പഠിക്കേണ്ട ആവശ്യമില്ല. സമാസത്തിൽ സ്വരത്തിന് പരമായി വരുന്ന കചതപങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ കച്ചതപങ്ങൾ, അതായത് കായോ ചായോ തായോ പായോ, ഇതൊക്കെ എന്ത് ചെയ്യും? ഇരട്ടിക്കും. ഓക്കെ, ഇപ്പൊ സമാസത്തിൽ സ്വരത്തിനു പരമായിട്ട് വരുന്ന കചതപങ്ങൾ എന്ത് ചെയ്യും? ഇരട്ടിക്കും. അതാണ് സമാസേ ചാഞ്ഞാദീനാം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ അതാണ് അതിൽ ഒരെണ്ണം വരുന്നത്. ഇനി മറ്റൊന്ന് ആദേശസന്ധിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. നസ്തസ്യ ട. നസ്തസ്യ ട. നമുക്ക് ഇന്ന് തന്നെ പറയാം. നഗാരത്തിന് നഗാരത്തിനു പകരമായി തകാരം വന്നു കഴിഞ്ഞാൽ തകാരം എന്തായി മാറും? തകാരമായി മാറും. അപ്പൊ നഗാരത്തിന് പരമായി തകാരം വന്നു കഴിഞ്ഞാൽ തകാരം എന്തായി മാറും? ടകാരമായി മാറും. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഉദാഹരണമാണ്
വിൺ അധികം തലം വിണ്ടലം എന്ന് പറയുന്ന ഒരു ഉദാഹരണം ഈ നസ്തസ്യ ടക്ക് ഉദാഹരണമാണ്. ഇനി ലീലാതിലകത്തിൽ പറയുന്നതാണെങ്കിൽ കൺ അധികം തീതു, കൺ അധികം തീതു കണ്ടീതു, കണ്ടീതു എന്ന് വരുന്നത്. ഓക്കെ, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഇത്രയാണ് ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കവിത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ കവിതയിൽ മഹാകാവ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഉമാകേരളത്തിന് രാജനന്ദിനി എന്ന പേരിൽ, ഉമാകേരളത്തിന് രാജനന്ദിനി എന്ന പേരിൽ വ്യാഖ്യാനം തയ്യാറാക്കിയത് ആര് എന്നുള്ളത്. ഉമാകേരളം ആരാണ് എഴുതിയത്? നമുക്കറിയാം, ഉള്ളൂരാണ് ഉമാകേരളം എഴുതിയത്. ഉള്ളൂരാണ് ഉമാകേരളം എഴുതിയത്. 1913 ഉള്ളൂര് ഉമാകേരളം എഴുതുന്നത്. ഓക്കെ, ഇപ്പൊ ചരിത്ര മഹാകാവ്യമാണ് ഉമാകേരളം എന്ന് നമുക്കറിയാം. അപ്പൊ അതിന് രാജനന്ദിനി എന്ന പേരിൽ വ്യാഖ്യാനം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ എൻ ഗോപാലപിള്ള, ഓപ്ഷൻ ബി കുറ്റിപ്പുറത്ത് കേശവൻ നായർ, ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ഡി പി ശങ്കരൻ നമ്പ്യാർ. അപ്പൊ അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തില് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇങ്ങനെ ഈ രാജനന്ദിനി എന്ന പേരിൽ വ്യാഖ്യാനം തയ്യാറാക്കിയത് ആര്, അല്ലെങ്കിൽ രാജനന്ദിനി എന്ന പേരിൽ ഏത് കൃതിക്കാണ് വ്യാഖ്യാനം, വള്ളത്തോൾ ഏത് കൃതിക്കാണ് വ്യാഖ്യാനം തയ്യാറാക്കിയത്, അങ്ങനെയുള്ള രണ്ട് രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉമാകേരളത്തിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങളൊന്നും കൂടി പഠിക്കാം കേട്ടോ. ചരിത്ര മഹാകാവ്യമാണ് ഉമാകേരളം എന്ന് പറയുന്നത്. നായിക കേന്ദ്രിതമായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ള ആദ്യ മഹാകാവ്യമാണ്. നായിക കേന്ദ്രിതമായി രചിക്കപ്പെട്ടിട്ടുള്ള ആദ്യ മഹാകാവ്യം ഉമയമ്മ റാണിയാണ് ഇതിത്തെ നായിക. ഉമയമ്മ റാണിയാണ് നായിക. തിരുവിതാംകൂർ ചരിത്രമാണ് ഇതിൽ പറയുന്നത്. തിരുവിതാംകൂർ ചരിത്രം. അവതാരിക എഴുതിയിട്ടുള്ളത് കേരളവർമ്മയാണ്. അവതാരിക കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് അവതാരിക എഴുതിയത്. ആദിത്യവർമ്മയുടെയും ഉമയമ്മ റാണിയുടെയും ഭരണകാലത്തെ കഥയാണ് ഇതിൽ പറയുന്നത്. കൽപ്പിത കഥാപാത്രങ്ങളായിട്ട് വരുന്ന കഥാപാത്രങ്ങളാണ് കല്യാണി, രവിവർമ്മ തമ്പാൻ തുടങ്ങിയവർ. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഉമാകേരളം ആട്ടക്കഥയാക്കിയത്, ഉമാകേരളം ആട്ടക്കഥയാക്കിയത്, ആട്ടക്കഥ, ഉമാകേരളം ആട്ടക്കഥയാക്കിയത് പി എൻ പരമേശ്വരനാണ്. പി എൻ പരമേശ്വരൻ. ഇത് പഠിക്കണം കേട്ടോ. നമുക്ക് കരുണ ആട്ടക്കഥയാക്കിയത്, കരുണ നാടകമാക്കിയത്, അതുപോലെ ഉമാകേരളം ആട്ടക്കഥയാക്കിയത്, നാടകമാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഉമാകേരളം ആട്ടക്കഥയാക്കിയത് പി എൻ പരമേശ്വരനാണ്. ഇനി ഉപാസന എന്നൊരു വ്യാഖ്യാനം എഴുതിയത്, ഉപാസന, നേരത്തെ നമ്മൾ പറഞ്ഞത് രാജനന്ദിനി എന്ന പേരിൽ വ്യാഖ്യാനം എഴുതിയത് ആരാണ്? വള്ളത്തോളാണെന്ന് പറഞ്ഞു. ഉപാസന എന്ന പേരിൽ വ്യാഖ്യാനം എഴുതിയത് കരുമാപ്പറ്റ വാസുദേവൻ നമ്പൂതിരിയാണ്. വാസുദേവൻ നമ്പൂതിരി. ഓക്കെ, ഇനി ഇതില് കുറച്ച് വരികളോ നിങ്ങൾ ഓർക്കുക. അടിയൻ ഇനിയുമുണ്ടാം ജന്മം വന്നാൽ അതെല്ലാം അടിമുതൽ മുടി വരെ നിന്നിലാകട്ടതായേ എന്ന് പറയുന്ന വരി ശ്രീകേറ്റ് ലാസ്യപദമായെന്ന് തുടങ്ങുന്ന ഇതിന്റെ ആരംഭം, കേരളത്തിന്റെ ആരംഭം. അടുത്തത് ഉണ്ടാകിരിക്കരികിൽ എന്ന് തുടങ്ങുന്ന മറ്റൊരു വരി. പ്രധാനപ്പെട്ട വരികളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, എത്രയാണ് നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഉമാകേരളവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. പൂരണീയ തദ്ധിതത്തിന് ഉദാഹരണം ഏത്? ഒന്നുകിൽ, ഒന്നാം, ഒന്നായി. ഇതിലേതായിരിക്കും എന്ന് നോക്കാം. അപ്പൊ എന്താണ് തദ്ധിതം? തദ്ധിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തിന് പകരം നിൽക്കുന്ന നാമത്തെയാണ്, അല്ലെങ്കിൽ ഒരു നാമത്തിൽ നിന്നുണ്ടാകുന്ന നാമത്തിനെയാണ് നമ്മൾ എന്ത് പറയാ?
തദ്ധിതം എന്ന് പറയുന്നത്. അതാണ് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനിഷൻ കേട്ടോ. ഒരു നാമത്തിൽ നിന്നും ഉണ്ടാകുന്ന നാമത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, തദ്ധിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു നാമത്തിൽ നിന്നും ഉണ്ടാകുന്ന നാമമാണ് തദ്ധിതം എന്ന് പറയുന്നത്. ഇപ്പൊ ജനകൻ എന്നുള്ള നാമം, ജനകന്റെ പുത്രിയാണ് ആര്, ജാനകി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും നാമം തന്നെ. ജനകൻ എന്ന് പറയുന്നത് നാമാണ്, അതിൽ നിന്നുണ്ടായ പുതിയ പദമാണ് ജാനകി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു നാമത്തിൽ നിന്നും പുതിയൊരു നാമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, തദ്ധിതം എന്ന് പറയുന്നത്. അപ്പൊ തദ്ധിതം പ്രധാനമായിട്ടും നമുക്ക് 4 എണ്ണമാണുള്ളത്. തന്മാത്ര ഉണ്ട്, തന്മാത്ര തദ്ധിതം, തദ്ധിതം, നാമനിർമ്മായി തദ്ധിതം, നാമനിർമ്മായി തദ്ധിതം, പൂരണീ തദ്ധിതം. നമുക്ക് പൂരണീ തദ്ധിതം എന്താണ്? സംഖ്യാവാചിയായിട്ടുള്ള തദ്ധിതത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, പൂരണീ തദ്ധിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നിട്ടുള്ളതെല്ലാം സംഖ്യകളാണ്. ഒന്നിൽ, ഒന്നുകിൽ, ഒന്നാം, ഒന്നായി എന്നൊക്കെ പറയുന്നത് നമുക്ക് തോന്നുന്നത് എല്ലാം സംഖ്യകളാണ് എന്നുള്ളത്. അപ്പൊ അതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് എങ്ങനെ കണ്ടെത്താം? പൂരണീ തദ്ധിതത്തിന്റെ പ്രത്യയങ്ങൾ പഠിക്കുക. ആം അല്ലെങ്കിൽ ആമത്തെ. അപ്പൊ സംഖ്യയുടെ കൂടെ ആം എന്നോ ആമത്തെ എന്നോ ചേർത്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, പൂരണീ തദ്ധിതം എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നാം, ഒന്നാമത്തെ, രണ്ടാം, രണ്ടാമത്തെ, മൂന്നാം, മൂന്നാമത്തെ, നൂറാം, നൂറാമത്തെ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതാണ് പൂരണീ തദ്ധിതം. ഓക്കെ, ഇനി തന്മാത്രാ തദ്ധിതം. എല്ലാത്തിന്റെയും നിങ്ങളെ പ്രത്യയങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. തന്മാത്ര, ഇതിന് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇതൊന്നും ചോദിക്കുള്ളൂ. തന്മാത്ര തദ്ധിതത്തിന് പ്രത്യയങ്ങൾ പഠിക്കുക. തം, തരം, തനം, മ. പാട്ട് പോലെ പഠിക്കുക. തം തരം തനമ്മ, തം തരം തനമ്മ, തന്മാത്ര തം തരം തനമ്മ. ഒരു പാട്ട് പോലെ പഠിച്ചിരിക്കുക. അപ്പൊ നമുക്ക് പഠിക്കാം മണ്ടത്തരം, കള്ളത്തരം, വേണ്ടാതനം, പുതുമ, നന്മ, ഇങ്ങനെയൊക്കെ വരുന്നത്. ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഉദാഹരണങ്ങളാണ്. അതാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് തദ്ധിതമാണ് പഠിക്കാനുള്ളത്. തദ്ധിതം നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. തദ്ധിതം. തദ്ധിതത്തിന് പ്രത്യയം അൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് അൻ എന്ന് വരുന്നത്? അവിടെ നിന്നും വരുന്നത്, അവിടെ ജനിച്ചത്, അതുള്ളത്, അതിലുള്ളത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ മൂപ്പുള്ളവൻ, മൂപ്പൻ, തടിയുള്ളവൻ, തടിയൻ, മണ്ടത്തരമുള്ളവൻ, മണ്ടൻ, തെക്കുനിന്നും വരുന്നവൻ, തെക്കൻ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ് തദ്ധിതം. ഇനി നാമനിർമ്മായി തദ്ധിതം. നാമനിർമ്മായി തദ്ധിതം നമുക്ക് ഒന്നും പഠിക്കാനില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യം ഉദാഹരണം മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. നാമനിർമ്മായി തദ്ധിതം ഒരു ഉദാഹരണം പഠിച്ചേക്കുക. അതേ ടോണിൽ വരുന്ന ഉദാഹരണങ്ങളൊക്കെ ഇതിന് ഉദാഹരണം. ഇപ്പൊ കണ്ടവൻ, കണ്ടവൾ, കണ്ടത്. അതുപോലെ കേട്ടവൻ, കേട്ടവൾ, കേട്ടത്, ചെയ്തവൻ, ചെയ്തവൾ, ചെയ്തത്, അങ്ങനെയൊക്കെ വരുന്ന അതാണ് നാമനിർമ്മായി തദ്ധിതം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയാണ് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന 1-2 ചോദ്യങ്ങൾ മാത്രം. അതായത് ഏകദേശം ഒരു 4-5 ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.